തൃശൂർ ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ദുരിതത്തിലായി യാത്രക്കാർ. മുന്നറിയിപ്പില്ലാതെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 100ഓളം സ്ഥാപനങ്ങളിലെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാരും യാത്രക്കാരും ആശ്രയിക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടിയത്. പ്രതിദിനം നിരവധി പേരെത്തുന്ന കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതോടെ മറ്റു മാർഗമില്ലാതെ വലയുകയാണ് യാത്രക്കാർ. ചാലക്കുടി നഗരസഭ പൂർണ്ണമായ രീതിയിൽ വെളിയുടെ നിർമ്മാർജ്ജന സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചാണ് സ്ഥലമാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും മൂത്രമൊഴിക്കുന്നത് ഈ വടിയേരിയയിൽ നിന്നിട്ടാണ്. ഇവിടെ നിന്നിട്ടാണ് ആൾക്കാരെ ഓരോരുത്തരും മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല, പൊതുസ്ഥലത്ത് ഒഴിക്കാൻ പാടില്ല, അപ്പിടാൻ പാടില്ല എന്നൊക്കെ നിയമം നിലനിൽക്കുമ്പോൾ നിവർത്തിയതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്കായിട്ടൊക്കെ സ്വന്തം ഈ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥിതി നിൽക്കുന്നത്. ഞാൻ പ്രസ് ക്ലബിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പോഴാണ് ഞാൻ ഈ സംഗതി അറിയുന്നത്. വെള്ളമില്ലെന്ന കാരണം കാണിച്ചാണ് കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിരിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ടാങ്കറിൽ എത്തിക്കാനുള്ള സംവിധാനം നഗരസഭയിലുണ്ട്. എന്നാൽ വെള്ളമില്ലെന്ന വിവരം അറിയിച്ചിട്ടില്ലെന്നാണ് നഗരസഭ അധികൃതരുടെ വിശദീകരണം. മുൻ MLA BD ദേവസിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. നിലവിലെ കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ കൃത്യമായി പരിപാലിക്കുന്നില്ലെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. പുതിയ കരാറുകാരനെ കണ്ടെത്തി കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.